ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് കപ്പ വാട്ടാട്ടോ. അപ്പോൾ ഞാനൊരു ചോട് കപ്പയാണ് എടുത്തേക്കണത്. ഇതൊന്ന് പൊളിക്കണം. ഇതെന്ന് വെച്ചാൽ നമ്മൾ വറക്കാൻ വേണ്ടി എടുക്കില്ലേ, അതിന് വേണ്ടി കേട്ടോ, വറക്കാൻ വേണ്ടി വാട്ടി ഉണക്കില്ലേ, തീരെ ചെറുതായിട്ടായിരിക്കും, അങ്ങനെയാണേ. അതൊന്ന് കപ്പ ആദ്യം ഒന്ന് പൊളിച്ചെടുക്കട്ടെ. പൊളിക്കാൻ നല്ല എളുപ്പമാണേ, കണ്ടോ, ഈസിയായിട്ട് പൊളിഞ്ഞു വരും. തീരെ നൈസായിട്ട് അരിയണയാണ് ബുദ്ധിമുട്ട്. അരിഞ്ഞു കഴിഞ്ഞ് നമുക്ക് വാട്ടിയെടുക്കുകയും ചെയ്യണം. രാവിലെ തന്നെ അങ്ങ് പുഴുങ്ങിയിട്ടാലേ ഒരു വെയിലങ്ങ് കൊണ്ടുപോകുമല്ലോ. പിള്ളേർക്കൊക്കെ വറുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എല്ലാ തവണ ഇങ്ങനെ ഉണ്ടാക്കണേ അവിടെ. വറുത്തിന് കയ്പൊന്നും ഇല്ലെങ്കിലേ, കപ്പ ഇത് നല്ല കപ്പയാണ്. അപ്പോൾ കയ്പൊന്നും ഇല്ലാത്തപ്പോൾ ആണെങ്കിൽ വറുത്ത് തിന്നാൻ നല്ലതല്ലേ, എല്ലാവർക്കും ഇഷ്ടം. എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ. അപ്പോൾ ഈ കപ്പയൊക്കെ പൊളിച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ കനം കുറച്ച് അരിയണമെങ്കിൽ ഒരു മെനക്കെടുത്തിപ്പണി തന്നെയാണ്. എന്നാലും നമുക്ക് അരിഞ്ഞെടുത്ത് വെച്ചാലേ പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ ഒന്നും ഇല്ലാത്തപ്പോൾ ഒന്ന് വറുത്ത് കൊടുക്കാൻ മേലേ. അതുകൊണ്ട് ഇങ്ങനെ കറിക്കത്തിയും കൊണ്ട് അരിയണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഇത് അരിയാൻ വേണ്ടി കപ്പക്കത്തിയുണ്ട്, തീരെ നൈസായത്. അതാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞ് തീരുവേ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ ഇടും കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങളുടെ മറക്കല്ലേ. അപ്പോൾ കപ്പവാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനിവിടെ വാർക്കപ്പൊക്കത്ത് നിരത്താൻ വന്നതാണ്. നമ്മൾ സാധാരണ ഈ കപ്പയൊക്കെ വാട്ടുമ്പോൾ പരമ്പയിലും തഴപ്പായയിലൊക്കെയാണ് കപ്പ നിരത്തണം. നമുക്കിപ്പോൾ ഇത് രണ്ടുമില്ല. അപ്പോൾ ഞാൻ ഈ വാർക്ക അങ്ങ് നന്നായിട്ട് അടിച്ചിട്ട് ഇത് ഇവിടെ നിരത്തും കേട്ടോ. ഇന്ന് വെയിലിന് വെച്ച് ചൂടൊക്കെ കുറവുണ്ട്. ഒരു മൂടൽ പോലെയാണേ. എന്നാലും നമ്മുടെ കപ്പ വലിയ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ കട്ടിയിലല്ലല്ലോ, തീരെ നൈസായിട്ടല്ലേ, അതുകൊണ്ട് വിഷയമില്ലായിരിക്കും. അപ്പം ഞാനൊന്ന് നന്നായിട്ട് നൈസായിട്ടൊന്ന് നിരത്തട്ടെ.